ഗണേശായ നമഃ. നമസ്കാരം. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനലിന്റെ ഇന്നത്തെ രാശിഫല പരിപാടിയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. പഞ്ചാംഗം എന്നത് കാലത്തിന്റെ സൂക്ഷ്മമായ കണക്കുകൂട്ടൽ മാത്രമല്ല, പ്രപഞ്ചത്തിന്റെ ഊർജവുമായി നമ്മെ ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയാണ്. ഗ്രഹങ്ങളുടെ ചലനങ്ങൾ അറിയുന്നതിന് മുൻപ് ഇന്നത്തെ ശുഭകരമായ പഞ്ചാംഗം നമുക്കൊന്ന് പരിശോധിക്കാം. എന്നാൽ അതിനു മുമ്പ് നമ്മുടെ ഈ ആത്മീയ കുടുംബത്തിന്റെ ഭാഗമാകാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളോ ജയ് ശ്രീറാം എന്നോ കമന്റ് ചെയ്യാവുന്നതാണ്. ഇന്ന് ശനിയാഴ്ച 2026 ജൂലൈ 11. ഇന്ന് ആഷാഢമാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശി തിഥിയാണ്. ഏകാദശി തിഥി ഭക്തിക്കും ആത്മീയ ശുദ്ധീകരണത്തിനും ഏറ്റവും ഉത്തമമായ ദിവസമായി കണക്കാക്കപ്പെടുന്നു. ഇന്ന് കാർത്തിക നക്ഷത്രമാണ്. ഇത് പുതിയ തുടക്കങ്ങൾക്ക് ഊർജം നൽകുന്നു. ഇന്ന് സൂര്യോദയം രാവിലെ 5:48 സൂര്യാസ്തമയം വൈകുന്നേരം 7:17 രാവിലെ 9:10 മുതൽ 10:51 വരെ രാഹുകാലമായതിനാൽ ഈ സമയത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒഴിവാക്കുക. ഇന്നത്തെ ഏറ്റവും ശുഭകരമായ അഭിജിത്ത് മുഹൂർത്തം ഉച്ചയ്ക്ക് 12:06 മുതൽ 12:58 വരെ ആയിരിക്കും. നമ്മുടെ ഈ താരസിതാര കുടുംബം വളരാനും കൂടുതൽ നല്ല വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കാനും നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് ആവശ്യമാണ്. സ്ക്രീനിൽ കാണുന്ന QR കോഡ് വഴി നിങ്ങൾക്ക് കഴിയുന്ന ഒരു ചെറിയ തുക സംഭാവന ചെയ്ത് ഞങ്ങളെ സഹായിക്കാം. ഒരു ചെറിയ സഹായം പോലും ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമാണ്. ഇത് നിർബന്ധമുള്ള കാര്യമല്ല. നിങ്ങൾക്ക് സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നിങ്ങളുടെ സ്നേഹവും പ്രാർത്ഥനയും മാത്രം മതി ഞങ്ങൾക്ക്. അപ്പോൾ നമുക്ക് ഈശ്വരനാമത്തിൽ ഇന്നത്തെ രാശിഫലത്തിലേക്ക് കടക്കാം. പ്രിയമേടം രാശിക്കാരെ, ഇന്ന് ജൂലൈ 11 ശനിയാഴ്ച. ചന്ദ്രൻ ഇടവം രാശിയിലേക്ക് നീങ്ങുന്നതോടെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ദൃശ്യമാകും. ഇന്ന് നിങ്ങൾ വളരെ കർമ്മനിരതനായിരിക്കും. കുറെ നാളുകളായി മാറ്റിവെച്ച കാര്യങ്ങൾ ഇന്ന് പൂർത്തിയാക്കാൻ നിങ്ങൾ തീരുമാനിക്കും. മടിയെ ഇന്ന് നിങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കും. ചൊവ്വയും ചന്ദ്രനും ചേർന്നുള്ള ഈ അവസ്ഥ നിങ്ങളുടെ പ്രവൃത്തികളിൽ വേഗതയും കൃത്യതയും നൽകും. കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും പൂർണ്ണ പിന്തുണ ഇന്ന് നിങ്ങൾക്ക് ലഭിക്കും. വിവിധ പ്രായത്തിലുള്ളവർക്കും മേഖലയിലുള്ളവർക്കും ഇന്നത്തെ ദിവസം എങ്ങനെയെന്ന് നോക്കാം. വിദ്യാർത്ഥികൾക്ക് ഇന്ന് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റിയ ദിവസമാണ്. ബുദ്ധിമുട്ടുള്ള വിഷയങ്ങൾ ഇന്ന് എളുപ്പത്തിൽ പഠിച്ചു തീർക്കാൻ സാധിക്കും. യുവജനങ്ങൾക്കും പ്രണയബന്ധത്തിലുള്ളവർക്കും ഇന്ന് കാര്യങ്ങൾ തുറന്നു പറയാൻ പറ്റിയ ദിവസമാണ്. പങ്കാളിയുമായി ഭാവി കാര്യങ്ങൾ ചർച്ച ചെയ്യുക. ഗൃഹിണിമാർക്ക് ഇന്ന് വീട് വൃത്തിയാക്കാനും പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാനും നല്ല ദിവസമാണ്. ബിസിനസ്സുകാർക്കും ഉദ്യോഗസ്ഥർക്കും ഇന്ന് വലിയ നേട്ടങ്ങളുടെ ദിവസമാണ്. നിങ്ങളുടെ കഠിനാധ്വാനത്തിന് അംഗീകാരം ലഭിക്കും. മുതിർന്നവർ ഇന്ന് പ്രകൃതിയുമായി കൂടുതൽ സമയം ചെലവഴിക്കുക. പുറത്തിറങ്ങി നടക്കുന്നത് മനസ്സിന് വലിയ ഉന്മേഷം നൽകും. ഇന്നത്തെ ശുഭസൂചന, ഇന്ന് ചുവപ്പ് നിറം നിങ്ങൾക്ക് ഭാഗ്യം നൽകും. വൈകുന്നേരം 5:15 മുതൽ 6 വരെയുള്ള സമയം നിങ്ങൾക്ക് വളരെ അനുകൂലമാണ്. ഇന്ന് ഏതെങ്കിലും ജീവജാലങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത് വലിയൊരു പുണ്യമായി കരുതുക. ഇന്നത്തെ ചോദ്യം, ജീവിതത്തിൽ വിജയിക്കാൻ കൂടുതൽ ആവശ്യം കഠിനാധ്വാനമാണോ അതോ ഭാഗ്യമാണോ? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ സുഹൃത്തുക്കളെ. ഈ ജ്യോതിഷ അറിവുകൾ നിങ്ങളിലെത്തിക്കാൻ ഞങ്ങൾ കഠിനമായി പരിശ്രമിക്കുന്നു. വീഡിയോയുടെ തുടക്കത്തിലുള്ള QR കോഡ് വഴി സംഭാവന നൽകി ഞങ്ങളെ പിന്തുണയ്ക്കുക. അതിന് സാധിക്കാത്തവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ കരുത്ത്. പ്രിയപ്പെട്ട ഇടവം രാശിക്കാരെ, ഇന്ന് ജൂലൈ 11 നിങ്ങൾക്ക് ആത്മപരിശോധനയുടെയും ക്ഷമയുടെയും ദിവസമാണ്. ചന്ദ്രൻ ഇന്ന് നിങ്ങളുടെ സ്വന്തം രാശിയായ ഇടവത്തിൽ കാർത്തിക നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു. ചൊവ്വയും ചന്ദ്രനും തമ്മിലുള്ള സംയോഗം കാരണം ഇന്ന് നിങ്ങൾക്ക് ചില വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാം. പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നതിനേക്കാൾ നല്ലത് അവയെ നേരിടുകയും കാര്യങ്ങൾ തുറന്നു പറയുകയും ചെയ്യുന്നതാണെന്ന് ഇന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. ദൂരസ്ഥലങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വാർത്തകൾ ചിലപ്പോൾ നിങ്ങൾക്ക് അനുകൂലമായിരിക്കില്ല. എങ്കിലും തളരാതെ ശാന്തത പാലിക്കുക.
നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാനും ഭാവിയിലേക്കുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും ഇന്നത്തെ ദിവസം ഉപയോഗിക്കുക. വിവിധ പ്രായത്തിലുള്ളവർക്കും മേഖലകളിലുള്ളവർക്കും ഇന്നത്തെ ദിവസം എങ്ങനെയെന്ന് നോക്കാം. വിദ്യാർത്ഥികൾക്ക് ഇന്ന് പഠനത്തേക്കാൾ കൂടുതൽ സ്വന്തം താൽപ്പര്യങ്ങൾക്കനുസരിച്ചുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാം. ഏകാഗ്രത വർദ്ധിപ്പിക്കാൻ അല്പസമയം ശാന്തമായി ഇരിക്കുക. യുവജനങ്ങൾക്കും പ്രണയബന്ധത്തിലുള്ളവർക്കും ഇന്ന് ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടായേക്കാം. പങ്കാളിയുമായി തർക്കിക്കുന്നതിന് പകരം കാര്യങ്ങൾ ശാന്തമായി മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഗൃഹിണിമാർക്ക് ഇന്ന് വീട്ടുജോലികളിൽ നിന്ന് ചെറിയൊരു ഇടവേള എടുക്കാം. സ്വന്തം താൽപ്പര്യങ്ങൾക്കായി സമയം കണ്ടെത്തുക. ഇത് നിങ്ങൾക്ക് പുതിയ ഉന്മേഷം നൽകും. ജോലിസ്ഥലത്തും ബിസിനസ്സിലും ഇന്ന് തിരക്ക് ഒഴിവാക്കുക. ഉച്ചയ്ക്ക് 3 മണിക്ക് മുൻപായി പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീർക്കാൻ ശ്രമിക്കുക. മുതിർന്നവർ ഇന്ന് ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. ആരുമായും തർക്കിക്കാതെ ശാന്തമായി ഇരിക്കുന്നത് നിങ്ങൾക്ക് നല്ലതാണ്. ഇന്നത്തെ ശുഭസൂചന: ഇന്ന് നീല നിറം നിങ്ങൾക്ക് ഭാഗ്യം നൽകും. ഇന്ന് ഏതെങ്കിലും അർഹരായവർക്ക് കുടിക്കാൻ വെള്ളമോ പാനീയമോ നൽകുക. ഇത് മനസ്സിൻ്റെ അസ്വസ്ഥത കുറയ്ക്കും. സുഹൃത്തുക്കളെ, ഇന്നത്തെ ഞങ്ങളുടെ ചോദ്യം: ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ശാന്തമായിരിക്കുന്നതാണോ അതോ കാര്യങ്ങൾ തുറന്നു പറയുന്നതാണോ കൂടുതൽ നല്ലതെന്ന് നിങ്ങൾക്ക് തോന്നുന്നു? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീഡിയോയുടെ തുടക്കത്തിലുള്ള QR കോഡ് വഴി ചാനലിനെ പിന്തുണയ്ക്കുക. സംഭാവന നൽകാൻ സാധിക്കില്ലെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പ്രിയ മിഥുനം രാശിക്കാരെ, ഇന്ന് ജൂലൈ 11 നിങ്ങൾക്ക് വളരെ മികച്ചൊരു ദിവസമാണ്. ചന്ദ്രൻ ഇടവം രാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ നിങ്ങൾക്ക് മാനസികമായ ശാന്തതയും ആത്മവിശ്വാസവും വർദ്ധിക്കും. ഇന്ന് നിങ്ങൾ വളരെ ഉന്മേഷത്തോടെ കാണപ്പെടും. എന്നാൽ കുടുംബാംഗങ്ങളുമായി ചെറിയ തർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ അല്പം ശ്രദ്ധിക്കുക. വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉടലെടുക്കുകയാണെങ്കിൽ അപ്പോൾ മൗനം പാലിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുകയാണല്ലോ. അതിനാൽ ഇന്ന് ജോലിയിൽ നിന്ന് അല്പം മാറി നിന്ന് വിശ്രമിക്കാൻ സമയം കണ്ടെത്തുക. വിവിധ പ്രായത്തിലുള്ളവർക്കും മേഖലയിലുള്ളവർക്കും ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ടെന്ന് നോക്കാം. വിദ്യാർത്ഥികൾക്ക് ഇന്ന് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയ ദിവസമാണ്. നിങ്ങളുടെ ശ്രദ്ധ ഇന്ന് വളരെ മികച്ചതായിരിക്കും. യുവജനങ്ങൾക്കും പ്രണയബന്ധത്തിലുള്ളവർക്കും ഇന്ന് വളരെ മനോഹരമായ ദിവസമാണ്. പങ്കാളിയോടൊപ്പം സമയം ചെലവഴിക്കുന്നത് മനസ്സിന് സന്തോഷം നൽകും. ഗൃഹിണിമാർക്ക് ഇന്ന് വീട്ടുജോലികളിൽ നിന്ന് അല്പം മാറി നിന്ന് തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ സമയം ലഭിക്കും. ബിസിനസ്സുകാർക്കും ഉദ്യോഗസ്ഥർക്കും ഇന്ന് ശാന്തമായ ദിവസമാണ്. വലിയ റിസ്കുകൾ എടുക്കാതെ കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുക. മുതിർന്നവർ ഇന്ന് ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുകയും അല്പം ധ്യാനിക്കുകയും ചെയ്യുക. ഇന്ന് നിങ്ങൾക്ക് തവിട്ട് നിറം ഭാഗ്യം നൽകും. രാവിലെ 10 മണി മുതൽ 11 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് വളരെ അനുകൂലമാണ്. ഇന്ന് ആർക്കെങ്കിലും ഒരു സഹായം ചെയ്യുകയോ പക്ഷികൾക്ക് ഭക്ഷണം നൽകുകയോ ചെയ്യുക. ജീവിതത്തിൽ ഐശ്വര്യം വരാൻ ഇന്ന് ധ്യാനം ശീലിക്കുന്നത് നല്ലതാണ്. സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ ജ്യോതിഷ ചോദ്യം: ജീവിതത്തിൽ വിജയിക്കാൻ കഠിനാധ്വാനമാണോ അതോ ഭാഗ്യമാണോ കൂടുതൽ പ്രധാനം? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ. വീഡിയോയുടെ തുടക്കത്തിലുള്ള QR കോഡ് വഴി ചാനലിനെ പിന്തുണയ്ക്കുക. സംഭാവന നൽകാൻ സാധിക്കില്ലെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ എന്നിവയിലൂടെ ഞങ്ങളെ സഹായിക്കൂ. പ്രിയ ചിങ്ങം രാശിക്കാരെ, ഇന്ന് ജൂലൈ 11 നിങ്ങൾക്ക് ആത്മവിശ്വാസവും ഊർജവും നിറഞ്ഞ ഒരു ദിവസമാണ്. ചന്ദ്രൻ ഇടവം രാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ നിങ്ങളുടെ വ്യക്തിത്വത്തിൽ ഒരു പ്രത്യേക ആകർഷണീയത ഇന്ന് പ്രകടമാകും. നിങ്ങളുടെ സന്തോഷകരമായ പെരുമാറ്റവും ശുഭാപ്തിവിശ്വാസവും ചുറ്റുമുള്ളവരെ ആകർഷിക്കാൻ സഹായിക്കും. ഇന്ന് നിങ്ങളെ തേടി മികച്ച സാമ്പത്തിക അവസരങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അത് പാഴാക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. വിവിധ പ്രായത്തിലുള്ളവർക്കും മേഖലകളിലുള്ളവർക്കും ഇന്നത്തെ ദിവസം, വിദ്യാർത്ഥികൾക്ക് ഇന്ന് പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള നല്ല ദിവസമാണ്. വായന ശീലിക്കുന്നത് നിങ്ങളുടെ അറിവ് വർദ്ധിപ്പിക്കും. യുവജനങ്ങൾക്കും പ്രണയബന്ധത്തിലുള്ളവർക്കും ഇന്ന് വളരെ മനോഹരമായ ദിവസമാണ്. നിങ്ങളുടെ സംസാരത്തിലെ മാധുര്യം പങ്കാളിയുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കും. ഗൃഹിണിമാർക്ക് ഇന്ന് വീടിനുള്ളിൽ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. കുടുംബാംഗങ്ങളോടൊപ്പം സന്തോഷകരമായ സമയം ചെലവഴിക്കാൻ സാധിക്കും. ബിസിനസ്സുകാർക്കും ഉദ്യോഗസ്ഥർക്കും ഇന്ന് സാമ്പത്തിക നേട്ടമുണ്ടാകുന്ന ദിവസമാണ്. ജോലിസ്ഥലത്ത് നിങ്ങളുടെ കഴിവുകൾ അംഗീകരിക്കപ്പെടും. മുതിർന്നവർ ഇന്ന് ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുകയും മനസ്സിന് ശാന്തി നൽകുന്ന പുസ്തകങ്ങൾ വായിക്കുകയും ചെയ്യുക. ഇന്ന് തവിട്ട് നിറം നിങ്ങൾക്ക് ഭാഗ്യം നൽകും.
വൈകുന്നേരം 5 മണി മുതൽ 7 മണി വരെയുള്ള സമയം വളരെ അനുകൂലമാണ്. അതിനാൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ സമയത്ത് ചെയ്യുക. രാഹുവിൻ്റെ ദോഷഫലങ്ങൾ കുറയ്ക്കാൻ ഒരു വെള്ളി ആഭരണമോ രുദ്രാക്ഷമോ കൂടെ കരുതുക. ഇന്ന് ഒരു പുസ്തകം അർഹരായവർക്ക് ദാനം ചെയ്യുന്നത് വലിയ പുണ്യമായി കണക്കാക്കപ്പെടുന്നു. ഇന്നത്തെ എൻ്റെ ചോദ്യം: ജീവിതത്തിൽ വിജയിക്കാൻ കൂടുതൽ ആവശ്യം ഭാഗ്യമാണോ അതോ കഠിനാധ്വാനമാണോ? നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക. സുഹൃത്തുക്കളെ, ഈ അറിവുകൾ നിങ്ങളിൽ എത്തിക്കാൻ ഞാൻ ഏറെ പരിശ്രമിക്കുന്നുണ്ട്. വീഡിയോയുടെ തുടക്കത്തിലുള്ള UPI QR കോഡ് വഴി ചെറിയൊരു തുക നൽകി ഈ ചാനലിനെ പിന്തുണയ്ക്കുക. അതിന് സാധിക്കാത്തവർ ദയവായി വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ കരുത്ത്. പ്രിയ തുലാം രാശിക്കാരെ, ഇന്ന് ജൂലൈ 11 നിങ്ങൾക്ക് കുടുംബത്തോടൊപ്പം സന്തോഷം പങ്കുവയ്ക്കാൻ പറ്റിയ ദിവസമാണ്. ഇടവം രാശിയിലെ ചന്ദ്രന്റെ സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നിറയ്ക്കും. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി തിരക്കുകൾ കാരണം കുടുംബത്തെ ശ്രദ്ധിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ആ കുറവ് നികത്താൻ ഇന്നത്തെ ദിവസം ഉപയോഗിക്കുക. പ്രിയപ്പെട്ടവരോടൊപ്പം പുറത്തുപോകാനും സിനിമ കാണാനും ഡിന്നർ കഴിക്കാനും ഇന്ന് നിങ്ങൾക്ക് വലിയ താൽപ്പര്യം തോന്നും. ഈ ദിവസം നിങ്ങളുടെ ഓർമ്മകളിൽ എന്നും മായാതെ നിൽക്കും. വിവിധ പ്രായത്തിലുള്ളവർക്കുള്ള നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കുക. വിദ്യാർത്ഥികൾക്ക് ഇന്ന് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയ ദിവസമാണ്. യുവജനങ്ങൾക്കും പ്രണയബന്ധത്തിലുള്ളവർക്കും ഇന്ന് വളരെ മനോഹരമായ ദിവസമാണ്. ഗൃഹിണിമാർക്ക് ഇന്ന് വീടിനുള്ളിൽ സന്തോഷം നിറയ്ക്കാൻ സാധിക്കും. ബിസിനസ്സുകാർക്കും ഉദ്യോഗസ്ഥർക്കും ഇന്ന് നേട്ടങ്ങളുടെ ദിവസമാണ്. ഉച്ചയ്ക്ക് 3 മണി 20 മിനിറ്റ് മുതൽ 4 മണി 20 മിനിറ്റ് വരെയുള്ള സമയം നിങ്ങളുടെ കരിയർ തീരുമാനങ്ങൾക്ക് ഏറ്റവും ഉത്തമമാണ്. മുതിർന്നവർ ഇന്ന് ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുകയും കൃത്യമായി വ്യായാമം ചെയ്യുകയും വേണം. ഇന്ന് ഏതെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യുക. അത് നിങ്ങൾക്ക് വലിയ ആത്മസംതൃപ്തി നൽകും. ശനിയുടെ ദോഷങ്ങൾ കുറയ്ക്കാൻ 7 മുഖി രുദ്രാക്ഷം ധരിക്കുന്നത് നല്ലതാണ്. ഇന്നത്തെ ചോദ്യം: നിങ്ങളുടെ അഭിപ്രായത്തിൽ ജീവിതത്തിൽ ഏറ്റവും വലിയ സമ്പത്ത് പണമാണോ അതോ കുടുംബമാണോ? കമന്റിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കളെ. ഈ അറിവുകൾ നിങ്ങളിലെത്തിക്കാൻ ഞങ്ങൾ കഠിനമായി പരിശ്രമിക്കുന്നു. വീഡിയോയുടെ തുടക്കത്തിലുള്ള UPI QR കോഡ് വഴി സംഭാവന നൽകി ഞങ്ങളെ പിന്തുണയ്ക്കുക. സാധിക്കാത്തവർ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ കരുത്ത്. പ്രിയ വൃശ്ചികം രാശിക്കാരെ, ഇന്ന് ജൂലൈ 11 നിങ്ങൾക്ക് വളരെ മികച്ചൊരു ദിവസമായിരിക്കും. ചന്ദ്രൻ നിങ്ങളുടെ രാശിക്ക് അനുകൂലമായി വൃഷഭരാശിയിൽ നിൽക്കുന്നതിനാൽ സന്തോഷവും സമാധാനവും നിങ്ങളെ തേടിയെത്തും. ഇന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി സമയം ചെലവഴിക്കുന്നത് വലിയൊരു ആശ്വാസം നൽകും. അവരുമായി എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അത് ഇന്ന് പരിഹരിക്കപ്പെടും. ജോലിസ്ഥലത്ത് ശമ്പള വർധനവോ പുതിയ അവസരങ്ങളോ ലഭിക്കാൻ സാധ്യതയുണ്ട്. കുടുംബത്തിൽ നിന്നും സാമ്പത്തികമായ നേട്ടങ്ങൾക്കും സാധ്യത കാണുന്നു. വിവിധ പ്രായക്കാർക്കും മേഖലകൾക്കും ഇന്നത്തെ ദിവസം. വിദ്യാർത്ഥികൾക്ക് ഇന്ന് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും. യുവജനങ്ങൾക്കും പ്രണയബന്ധത്തിലുള്ളവർക്കും ഇന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റിയ ദിവസമാണ്. ഗൃഹിണിമാർക്ക് ഇന്ന് കുടുംബാംഗങ്ങളോടൊപ്പം സന്തോഷകരമായ നിമിഷങ്ങൾ പങ്കിടാം. ജോലി ചെയ്യുന്നവർക്കും ബിസിനസ്സുകാർക്കും ഇന്ന് സാമ്പത്തിക പുരോഗതി ഉണ്ടാകും. മുതിർന്നവർ ഇന്ന് ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുകയും മനസ്സിന് കുളിർമ നൽകുന്ന സംഗീതം കേൾക്കുകയും ചെയ്യുക. ഇന്ന് ഏതെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യുക. ഉദാഹരണത്തിന് പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുക. ഇന്ന് നിങ്ങൾക്ക് ഭാഗ്യം നൽകുന്ന നിറം ഇൻഡിഗോ അഥവാ കടും നീലയാണ്. രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 1:30 വരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ഏറ്റവും അനുയോജ്യമാണ്. ശനിയുടെ സ്വാധീനമുള്ളതിനാൽ മനസ്സ് ശാന്തമാക്കാൻ സംഗീതം കേൾക്കുന്നത് വളരെ നല്ലതാണ്. സുഹൃത്തുക്കളെ, ഇന്ന് എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ജീവിതത്തിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളാണോ അതോ വിധിയാണോ നമ്മുടെ ഭാവി നിർണയിക്കുന്നത് എന്ന് നിങ്ങൾ കരുതുന്നു? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുമല്ലോ. ചാനലിനെ പിന്തുണയ്ക്കാൻ വീഡിയോയുടെ തുടക്കത്തിലുള്ള QR കോഡ് വഴി സംഭാവന നൽകുക. സാധിക്കാത്തവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പ്രിയ ധനുരാശിക്കാരെ, ഇന്ന് ജൂലൈ 11 നിങ്ങൾക്ക് അല്പം ക്ഷമയും ആത്മപരിശോധനയും ആവശ്യമുള്ള ദിവസമാണ്. ചന്ദ്രൻ ഇന്ന് ഇടവം രാശിയിൽ കൃത്തിക നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നതിനാൽ നിങ്ങളുടെ വ്യക്തിജീവിതത്തിൽ ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടായേക്കാം. ഇന്ന്
നിങ്ങൾക്ക് മാനസിക സമ്മർദ്ദമോ അസ്വസ്ഥതയോ അനുഭവപ്പെട്ടേക്കാം. എന്നാൽ വിഷമിക്കേണ്ട. ഈ അവസ്ഥ പെട്ടെന്ന് തന്നെ മാറി. നിങ്ങളുടെ ഊർട്ടെന്ന് തന്നെ മാറി നിങ്ങളുടെ സ്ഥിറ്റീവ് മനോഭാവവും തിരിച്ചുവരും. നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും നിങ്ങളുടെ കഴിവുകളിൽ വിശ്വസിക്കുകയും ചെയ്യുക. വിവിധ പ്രായത്തിലുള്ളവർക്കുള്ള നിർദ്ദേശങ്ങൾ. വിദ്യാർത്ഥികൾക്ക് ഇന്ന് കഠിനാധ്വാനം ചെയ്യേണ്ട ദിവസമാണ്. പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുക. യുവജനങ്ങൾക്കും പ്രണയബന്ധത്തിലുള്ളവർക്കും ഇന്ന് ശാന്തത പാലിക്കേണ്ട ദിവസമാണ്. പങ്കാളിയുമായി തർക്കങ്ങൾ ഒഴിവാക്കുക. ഗൃഹിണിമാർക്ക് ഇന്ന് വീട്ടുജോലികളിൽ തിരക്കായിരിക്കും. കുടുംബാംഗങ്ങളുടെ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. ബിസിനസ്സുകാർക്കും ഉദ്യോഗസ്ഥർക്കും ഇന്ന് ജോലികൾ ആസൂത്രണം ചെയ്യാൻ നല്ല ദിവസമാണ്. ഉച്ചയ്ക്ക് 2 മണി മുതൽ 3 മണി വരെ പ്രധാന കാര്യങ്ങൾ ചെയ്യാൻ ഉത്തമമാണ്. മുതിർന്നവർ ഇന്ന് ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുകയും വിശ്രമിക്കുകയും ചെയ്യുക. ഇന്ന് ഒരു പുണ്യകർമ്മമായി നന്ദി പ്രകടിപ്പിക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ നല്ല കാര്യങ്ങൾക്ക് ദൈവത്തോട് നന്ദി പറയുക. ഇന്ന് സമുദ്ര പച്ച നിറം നിങ്ങൾക്ക് ഭാഗ്യം നൽകും. സുഹൃത്തുക്കളെ, ഇന്നത്തെ ഞങ്ങളുടെ ജ്യോതിഷ ചോദ്യം: ജീവിതത്തിലെ വലിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ ആശ്രയിക്കുന്നത് നിങ്ങളുടെ മനസ്സിനെയാണോ അതോ ബുദ്ധിയെയാണോ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സാധിക്കുമെങ്കിൽ QR കോഡ് വഴി ഞങ്ങളെ പിന്തുണയ്ക്കുക. പ്രിയ കുംഭം രാശിക്കാരെ, ഇന്ന് ജൂലൈ 11, ശനിയാഴ്ച നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ചന്ദ്രൻ ഇന്ന് ഇടവം രാശിയിലും കൃത്തിക നക്ഷത്രത്തിലുമാണ്. ദിവസത്തിന്റെ ആദ്യ പകുതിയിൽ നിങ്ങൾക്ക് അല്പം അസ്വസ്ഥതയോ ദേഷ്യമോ തോന്നിയേക്കാം. എന്നാൽ വിഷമിക്കേണ്ട. ഉച്ചയ്ക്ക് ശേഷം കാര്യങ്ങൾ പൂർണ്ണമായും ബാലൻസ് ആകും. നിങ്ങളുടെ ക്ഷമയും പോസിറ്റീവ് മനോഭാവവും കൊണ്ട് ഇന്നത്തെ എല്ലാ തടസ്സങ്ങളെയും നിങ്ങൾക്ക് മറികടക്കാൻ സാധിക്കും. വിദ്യാർത്ഥികൾക്ക് ഇന്ന് കഠിനാധ്വാനം ചെയ്യേണ്ട ദിവസമാണ്. പഠനത്തിലെ തടസ്സങ്ങൾ നീക്കാൻ വ്യാഴത്തിന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കും. യുവാക്കൾക്ക് ഇന്ന് ക്ഷമ ശീലിക്കേണ്ട ദിവസമാണ്. പ്രണയബന്ധത്തിൽ എടുത്തുചാട്ടം ഒഴിവാക്കി പങ്കാളിയുടെ വികാരങ്ങൾ മനസ്സിലാക്കുക. വീട്ടമ്മമാർക്ക് ഇന്ന് കുടുംബ ഉത്തരവാദിത്തങ്ങളും സന്തോഷവും ഒത്തുചേരുന്ന ദിവസമാണ്. ജോലി ചെയ്യുന്നവർക്ക് ഇന്ന് പുരോഗതിയുടെ ദിവസമാണ്. മേലധികാരികളുടെ പിന്തുണ ലഭിക്കും. ബിസിനസ്സുകാർക്ക് ഇന്ന് ലാഭകരമായ ദിവസമാണ്. എന്നാൽ നിക്ഷേപങ്ങളിൽ ശ്രദ്ധിക്കുക. മുതിർന്നവർ ഇന്ന് ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുന്നത് മനസ്സിന് ശാന്തി നൽകും. ഇന്ന് ഒരു പുണ്യകർമ്മമായി വീട്ടിലെ മുതിർന്നവരുടെ അനുഗ്രഹം വാങ്ങുകയും അവർക്ക് മധുരം നൽകുകയും ചെയ്യുക. ഇന്ന് വെള്ള നിറം നിങ്ങൾക്ക് ഭാഗ്യം നൽകും. വൈകുന്നേരം 5:45 മുതൽ 7 മണിവരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പൂർത്തിയാക്കുക. ഇന്നത്തെ ചോദ്യം: ജീവിതത്തിൽ വിജയിക്കാൻ ഭാഗ്യമാണോ അതോ കഠിനാധ്വാനമാണോ കൂടുതൽ പ്രധാനം എന്ന് നിങ്ങൾക്ക് തോന്നുന്നു? കമന്റിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കളെ. ഈ മാർഗനിർദ്ദേശങ്ങൾ നിങ്ങളിലെത്തിക്കാൻ ഞങ്ങൾ ഏറെ പരിശ്രമിക്കുന്നുണ്ട്. വീഡിയോയുടെ തുടക്കത്തിലുള്ള UPI QR കോഡ് വഴി സംഭാവന നൽകി ചാനലിനെ പിന്തുണയ്ക്കുക. സാധിക്കുമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.